الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فقد قال الله سبحانه وتعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ് തുടർച്ചയായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ സവിശേഷതകൾ, അവിടുന്ന് ഏറ്റവും ഉന്നതമായ സ്വഭാവമായിരുന്നു എന്നും ജനങ്ങളിൽ ഏറ്റവും സുന്ദരമായ ഏറ്റവും ഭംഗിയുള്ള സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെന്നും പ്രവാചകന്റെ കൂടെ ജീവിച്ച ആളുകൾ, പ്രവാചകനെ അടുത്തെറിഞ്ഞ ആളുകൾ എല്ലാവരും സാക്ഷ്യപ്പെടുത്തി. അതിലെ ചില പ്രധാനപ്പെട്ടതാണ് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിലും സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ സവിശേഷതകളിലെ വളരെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകർക്കാകെ കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. ലോകങ്ങൾക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നൽകിയ ഒരു സമ്മാനമാണ് എന്ന്.
പ്രവാചകന്റെ കാരുണ്യ സ്പർശമേൽക്കാത്തതൊന്നും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമല്ല, ഇതര ജീവജാലങ്ങളും പക്ഷിമൃഗാദികളുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിർഗളിച്ച കരുണ അത് അനുഭവിച്ചിട്ടുണ്ട് എന്ന്. പ്രവാചകനോട് ഇഷ്ടമുള്ളവരോട് മാത്രമല്ല, ഇഷ്ടമില്ലാത്ത ആളുകൾക്കും പ്രവാചകന്റെ കാരുണ്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പരസ്പരം വർഗീയതയും പരസ്പരം ചേരിതിരിവും ഭീകരവും വളരെ ഭയാനകവുമായ വർത്തമാനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ 14 നൂറ്റാണ്ട് മുമ്പ് കലുഷിതമായ ഒരു സാഹചര്യത്തിൽ കടന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകനെ വായിച്ചെടുക്കൽ ആവശ്യം. ഞാൻ സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ സ്വഹാബികൾ ഏറെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടവരാണ്. വളരെയധികം പ്രയാസം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. അതുകൊണ്ട് തന്നെ തങ്ങളെ നിരന്തരം ഉപദ്രവിക്കുന്ന ആളുകളോട് മാനസികമായി വെറുപ്പുണ്ടാവുകയും ദേഷ്യമുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അത് മനുഷ്യ പ്രകൃതി കൂടിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പ്രവാചകന്റെ അനുയായികൾ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഈ ബഹുദൈവ വിശ്വാസികൾക്കെതിരെ ഒന്ന് പ്രാർത്ഥിക്കണം, ഇവർക്കെതിരെ ഒരു പ്രാർത്ഥന നടത്തണം നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കൊടുത്ത നിർദ്ദേശം, പ്രവാചകൻ അവരോട് പറഞ്ഞ മറുപടി എന്താ അറിയോ? ഇന്നി ലം ഉബഅസ് ലഅനാൻ വഇന്നമാ ബുഇസ്തു റഹ്മതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ശപിക്കുന്നവനായി അയക്കപ്പെട്ടയാളല്ല. ബഹുദൈവ വിശ്വാസികൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്താൻ, ആ ശത്രുക്കൾക്കെതിരെയുള്ള ശക്തമായ പ്രാർത്ഥനയ്ക്ക് വന്ന് പറഞ്ഞ ആളുകളോട് പറയാൻ, ഇന്നി ലം ഉബഅസ് ലഅനാൻ, ഞാൻ ശാപം നൽകുന്നവനായി കടന്നു വന്നയാളല്ല, ശപിക്കാനായി അയക്കപ്പെട്ടയാളല്ല. വഇന്നമാ ബുഇസ്തു റഹ്മതൻ, ഞാൻ തീർച്ചയായും നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് കാരുണ്യമായിട്ടാണ്, കാരുണ്യമായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നിബിതങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നമാ അന ബശർ, അള്ളാഹുവേ, ഞാനൊരു മനുഷ്യനാണ്, തീർച്ചയായും ഞാനൊരു മനുഷ്യനാണ്. ഫഅയ്യുൽ മുസ്ലിമീന സബബ്തുഹു ഔ ലഅൻതുഹു ഫജ്അൽഹാ ലഹു സകാതൻ വഅജ്റാ. അള്ളാഹുവേ, ഞാൻ ആരെയെങ്കിലും, ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ഞാൻ ശപിക്കുകയോ വഴക്കു പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവന് ശുദ്ധീകരണവും പുണ്യവും പ്രതിഫലവുമാക്കണേ അല്ലാ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമ്മളൊക്കെ ഗൗരവത്തിൽ എടുക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണത്. നിരന്തരമായി മുസ്ലിം സഹോദരങ്ങൾ തന്നെ, മറ്റുള്ളവരോട് നിൽക്കട്ടെ, മുസ്ലിം സഹോദരങ്ങൾ തന്നെ പരസ്പരം ആക്ഷേപവും പരിഹാസവും ചീത്തവിളിയും ശകാരങ്ങളും ശാപവർഷവും അങ്ങനെ തുടങ്ങുന്ന പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ പറയുന്നത്, നിങ്ങൾ ഏത് മതത്തിന് വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത് എന്ന്. അവിടെയാണ് പ്രവാചകനെ വായിച്ചെടുക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ഞാൻ ശകാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അവനെ ശപിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പ്രവാചക ചരിത്രത്തിലൊന്നും നമ്മളത് കാണുന്നില്ല. പക്ഷെ പ്രവാചകൻ അള്ളാഹിനോട് ദ്വാരക്കാൻ, അങ്ങനെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, അത് അവന് കേടാക്കരുതേ അല്ലാ, അത് അവന് കാരുണ്യമാക്കുകയും പുണ്യമാക്കുകയും പ്രതിഫലമാക്കുകയും അവനൊരു ശുദ്ധീകരണമാക്കുകയും ചെയ്യണേ റബ്ബേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ. മാത്രമല്ല, പ്രവാചകന്റെ മറ്റൊരു പ്രാർത്ഥന വളരെ ഗൗരവത്തിൽ നമ്മൾ കാതു തുറന്ന് കേൾക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നേതൃത്വത്തിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മതി ശൈഅൻ ഫശഖ അലൈഹിം ഫശ്ഖുഖ് അലൈഹി
വമൻ വലിയ മിൻ അംരി ഉമ്മതി ശൈഅൻ ഫറഫഖ ബിഹിം ഫർഫുഖ് ബിഹി. അല്ലാഹുമ്മ, അല്ലാഹുവേ, മൻ വലിയ മിൻ അംരി ഉമ്മതി ശൈഅൻ, എന്റെ ഉമ്മത്തിന്റെ ഭരണകാര്യത്തിൽ ആരെങ്കിലും ഒരാളെ വല്ലതും ഏറ്റെടുത്താൽ, ഫശഖ അലൈഹിം, എന്നിട്ട് ആ ഏറ്റെടുത്തവൻ അവരെ പ്രയാസപ്പെടുത്തുകയും ചെയ്താൽ, ഫശ്ഖുഖ് അലൈഹി, അല്ലാഹുവേ നീ അവനെ പ്രയാസത്തിലാക്കണേ അല്ലാഹ്. വമൻ വലിയ മിൻ അംരി ഉമ്മതി ശൈഅൻ ഫറഫഖ ബിഹിം ഫർഫുഖ് ബിഹി, എന്റെ ഉമ്മത്തിന്റെ കാര്യം, ഭരണകാര്യം, എന്റെ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം ഒരാൾ ഏറ്റെടുക്കുകയും അവരോട് ഏറ്റവും സൗമ്യതയോടുകൂടി പെരുമാറുകയും ചെയ്താൽ അവനോട് നീ സൗമ്യത കാണിക്കണേ അല്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതിലൊന്ന്, ഉമ്മത്തിന്റെ നേതൃരംഗത്തേക്ക് കടന്നു വരുന്ന പണ്ഡിതന്മാർ പുരോഹിതന്മാരായി അധപ്പതിക്കരുത്. ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹത്തായ കാരുണ്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ഇബാദത്തുകൾ, അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത മതവിഷയങ്ങളെല്ലാം വളരെ എളുപ്പവും വളരെ ലളിതവുമായിരുന്നു. സങ്കീർണമാക്കിയിട്ടില്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇന്ന് പൗരോഹിത്യം ഇടപെട്ടു. പണ്ഡിതന്മാർ പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഇസ്ലാമിന്റെ കർമ്മങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ വലിയ പ്രയാസകരമായ അവസ്ഥയിലേക്ക് മാറ്റി തീർത്ത് നിയമങ്ങളും മസ്അലകളും അതിൻ്റെ മേൽ മസ്അലകളും ചോദ്യങ്ങളും ഫത്വകളും ഒക്കെയായി കടന്നുകൂടി ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പ്രയാസപ്പെടുത്തുകയാണ്. അതതിൻ്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം സംഘടനാപരമായ ബന്ധമാണ്. നേതൃത്വം എന്ന് പറയുമ്പോൾ ഭരണപരമായി മഹല്ലാവാം, മഹല്ലുകളാകാം, സംഘടനകളാവാം, ഇനി രാഷ്ട്രീയമാവാം, എന്തുമാവാം. ഒരു മുസ്ലിം ഒരാൾ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ തന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിലെ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന പണിയാണ് ഇവൻ എടുക്കുന്നതെങ്കിൽ അല്ലാഹുവേ നീ ഇവനെ പ്രയാസപ്പെടുത്തണേ. അത് നേതൃത്വത്തിനെതിരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. ഏറ്റവും ലളിതമായി, ഏറ്റവും നന്നായി, ഏറ്റവും നിർമ്മലമായി പെരുമാറേണ്ടവരാണ്. ചില ആളുകൾക്കൊക്കെ ഒരു എന്തെങ്കിലും ഒരു വാർഡ് മെമ്പർ കിട്ടിയാൽ മതി, വാർഡ് മെമ്പർ അവിടെ വന്നോട്ടെ, ഒരു സംഘടനയുടെ നേതൃത്വം വന്നാൽ മതി, പിന്നെ മൂപ്പരാണ് ലോകം അടക്കി ഭരിക്കുന്നത് എന്നൊരു തോന്നലാണ്. പിന്നെ തിട്ടൂരങ്ങളാണ്, പിന്നെ ശക്തമായ വിമർശനങ്ങളാണ്, തന്റെ മുന്നിലിരിക്കുന്നവരെ അടിച്ചമർത്തലാണ്. ഒരു അഭിപ്രായം പറയാൻ പോലും സമ്മതിക്കാത്ത നേതൃത്വത്തെ നമുക്ക് കാണാൻ പറ്റും. ഒരഭിപ്രായം പറഞ്ഞാൽ പോലും അടിച്ചിരുത്തുന്ന ആളുകൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയോട് പറഞ്ഞത്, ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അശിർത ബിർറഇ എന്നാണ്. അശിർത ബിർറഇ, നല്ല അഭിപ്രായം. എന്തൊരു മാന്യമായ, എന്തൊരു കാരുണ്യമായ, എന്തൊരു സൗമ്യതയുള്ള, എന്തൊരു വാത്സല്യമുള്ള, എന്തൊരു ആദരവുള്ള പ്രവർത്തനമാണ് ഒരു നേതാവ്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പ്രാർത്ഥനയാണിത്. ഞാൻ ഈ പറഞ്ഞത് ഏറ്റവും ലളിതമായി, ഏറ്റവും ഭംഗിയായി പെരുമാറണം. എന്നിട്ട് പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുകൂടിയുണ്ട്, ഹൽ തുർസഖൂന വതുൻസറൂന ഇല്ലാ ബിദുഅഫാഇകും. ഹൽ തുർസഖൂന വതുൻസറൂന ഇല്ലാ ബിദുഅഫാഇകും. നിങ്ങളിലെ ബലഹീനരും ദരിദ്രരുമായ ആളുകൾ കാരണമായിട്ടല്ലാതെ നിങ്ങൾക്ക് ഭക്ഷണവും സഹായവും നൽകപ്പെടുന്നുണ്ടോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യമാണ്. നിങ്ങളെ കൂട്ടത്തിലെ ദരിദ്രന്മാരായ ആളുകൾ, അവർ കാരണമാണ് കേട്ടോ നിങ്ങൾക്ക് ഉപജീവനം നൽകപ്പെടുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബലരായ മനുഷ്യന്മാരുണ്ട്, നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന, നിങ്ങൾ യാതൊരു വിലയും വെക്കാത്ത നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബലരായ മനുഷ്യന്മാരുണ്ടല്ലോ, ആ മനുഷ്യന്മാര് കാരണമാണോ നിങ്ങളൊക്കെ ഇവിടെ ഭംഗിയായി മുന്നോട്ട് പോകുന്നത് എന്ന് തുറന്നു പ്രഖ്യാപിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടിമകളെ ചേർത്ത് പിടിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കറുത്തു കറുത്ത് കരിമ്പാറ പോലിരിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു, വെളുത്തു വെളുത്തു വെള്ളാരങ്കല്ല് പോലിരിക്കുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. പക്ഷെ രണ്ടുപേരും പ്രവാചകന്റെ മുന്നിൽ തുല്യസ്ഥാനമുള്ള
രണ്ടുപേരെയും ഒരുപോലെ ചേർത്ത് വെക്കാൻ കഴിയുന്ന ഹൃദയവിശാലതയുടെ, കാരുണ്യത്തിന്റെ, വാത്സല്യത്തിന്റെ, ആദരവിന്റെ ഉദാഹരണം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ വായിക്കേണ്ടത്. ദുർബലരെ നിങ്ങൾ ചേർത്ത് പിടിക്കണമെന്ന് പ്രവാചകൻ. നിങ്ങളെ കൂട്ടത്തിലെ ദരിദ്രരെ ചേർത്ത് പിടിക്കണം, അവരോടൊക്കെ കാരുണ്യത്തോടെ പെരുമാറണം, അവരോട് കരുണയോടെ പെരുമാറണം. കാരണം അവർ കൊണ്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും. പരിശുദ്ധ ഖുർആൻ പറയാൻ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്, ലിന്ത ലഹും, നീ അവരോട് സൗമ്യമായി പെരുമാറി, ഇത്ര നിർമ്മലരായി നീ മാറിയത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ഫലൗ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബ്, നീ എങ്ങാനും പരുഷനായിരുന്നെങ്കിൽ, നീ എങ്ങാനും പരുക്കനായിരുന്നെങ്കിൽ, കഠിന ചിത്തയുള്ള ആളായിരുന്നെങ്കിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ലം ഫദ്ദൂ മിൻ ഹൗലിക, ആളുകൾ നിന്റെ ചുറ്റുഭാഗത്തുനിന്ന് പോകുമായിരുന്നു. ഫഅഫു അൻഹും, അവർക്ക് മാപ്പ് ചെയ്ത് കൊടുക്ക്. വസ്തഗ്ഫിർ ലഹും, നീ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേട്. ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട ഗുണാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറയാൻ അതിന് വാക്കുണ്ട് കേട്ടാ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി എന്നാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും എന്നാണ്. അതെ, ഹൃദയത്തിൽ കിട്ടണമെങ്കിൽ ആ കാരുണ്യം അള്ളാഹുവിന്റെ സമ്മാനമായി കിട്ടണം. ഇന്ന് പലപ്പോഴും നേതൃരംഗത്തിരിക്കുന്ന നേതാക്കന്മാർക്കും നമ്മളെ നയിക്കുന്നു എന്ന് പറയുന്ന മഹല്ല് നേതാക്കന്മാർക്കും ഒന്നും അള്ളാഹു കൊടുക്കാതെ പോയ സാധനമാണ് എന്ന് പറഞ്ഞാൽ, കാരുണ്യത്തോടെ കൂടി പെരുമാറാനും മാപ്പ് കൊടുക്കാനും അവർക്ക് വേണ്ടി പാപമോചനം തേടാനും കഴിയാത്തൊരു കൂട്ടം ആളുകൾ. ഞാൻ അടച്ചാക്ഷേപിക്കണമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഇതൊക്കെ ഇത്തരം ആളുകളെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നത്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൊടുത്ത വലിയൊരു അനുഗ്രഹം, നിങ്ങൾ നിർമ്മല ഹൃദയനായി തീർന്നു എന്നാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് ആള് വരാത്തത്? എല്ലാവരും പറയും, ഇപ്പൊ ആളുകളൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ആളുകളൊന്നും കൂടുന്നില്ല, അല്ലെങ്കിൽ ആളുകളൊന്നും സഹകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? വലൗ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദൂ മിൻ ഹൗലിക, വലൗ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദൂ മിൻ ഹൗലിക. നീ പരുക്കനായിരുന്നെങ്കിൽ നിന്റെ അടുത്ത് നിന്ന് ആളുകളൊക്കെ ഒഴിഞ്ഞു പോകുമായിരുന്നു. സ്വമേധയാ ഒന്ന് വിലയിരുത്തിയാൽ മതി, സെൽഫ് ഇവാലുവേഷൻ നടത്തിയാൽ മതി. സെൽഫ് ഇവാലുവേഷൻ നടത്തുക. എന്തിന്? എന്താണ് കാരണം? എന്തുകൊണ്ടാണ് സംഭവം? വിശദീകരിക്കണം. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർന്ന് നിൽക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, അർറഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ. അർറഹിമൂൻ, കരുണ ചെയ്യുന്ന ആളുകൾ, കാരുണ്യത്തോടെ പ്രവർത്തിക്കുന്ന ആളുകൾ, യർഹമുഹുമുർ റഹ്മാൻ, പരമകാരുണികൻ അവർക്ക് കരുണ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ. യർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങൾക്ക് കാരുണ്യമാണോ, കരുണ വേണോ? നിങ്ങൾ മറ്റുള്ളവരോട് കാരുണ്യമുള്ള ആളാകുക. എല്ലാവരും എന്നോട് അങ്ങനെ പെരുമാറണം, ഞാൻ ആരോടും അങ്ങനെ പെരുമാറൂല എന്ന് പറയരുത്. നിങ്ങൾ കാരുണ്യത്തിന്റെ അടയാളമായി മാറ്, എങ്കിൽ പ്രപഞ്ചനാഥൻ നിങ്ങൾക്ക് കാരുണ്യം ഇറക്കിത്തരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുറ്റുപാടുകൾ കണ്ണീരൊഴുക്കുന്ന ആളുകളെ കാണുമ്പോൾ നിന്റെ കണ്ണിന്ന് കണ്ണുനീര് വരുന്നിട്ടില്ലെങ്കിൽ നിന്റെ കൽബിൽ റഹ്മത്തില്ല എന്നാണ്, അല്ലേ? ചുറ്റുപാടുകളിൽ കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് കാണാത്തവന്റെ കൽബിൽ അള്ളാഹു റഹ്മത്ത് എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അഖ്റഅ ഇബ്നു ഹാസിബ് റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടീനെ എങ്ങനെ ചുംബിക്കുന്നുണ്ട്. അത് കണ്ട് അത്ഭുതത്തോടെ അയാൾ ചോദിച്ചു, നിങ്ങൾ കുട്ടികളെ ചുംബിക്കേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം പറയാണ്, എനിക്ക് 10 പേരക്കുട്ടികൾ, ഞാൻ ഒരാളെയും ചുംബിച്ചിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് അള്ളാഹു നൽകുന്ന കാരുണ്യമാണ്. ആ കാരുണ്യം നിനക്ക് കിട്ടാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
ചെറിയ കുട്ടികളോട് ഏറ്റവും കരുണയോടെ പെരുമാറുന്നു. നമുക്ക് കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നതാണത്. നമ്മളൊക്കെ ഉണ്ടല്ലോ ഈ കുട്ടികളായിട്ട്, ചെറിയ കുട്ടികളായിട്ട് കളിക്കുക എന്നുള്ളത് നമ്മളുടെ ഡിഗ്നിറ്റിക്ക് പ്രശ്നമാണല്ലോ. ഞാനൊരു ഖത്തീബാണ്, ഞാനൊരു ആളാണ്, ഞാനെങ്ങനെ കൊച്ചുകുട്ടികളായിട്ട് നിന്റെ ഉള്ളിൽ എന്തോ ഒരു അഹങ്കാരം ഉണ്ട്, അതുകൊണ്ടാണത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, ലോകത്തിലെ ഉത്കൃഷ്ടനായ മനുഷ്യൻ. ആ പ്രവാചകനേക്കാൾ ഉത്കൃഷ്ടത ലോകത്താർക്കില്ലല്ലോ. ആ പ്രവാചകൻ കുട്ടികളോടൊപ്പം കളിക്കുന്ന പ്രവാചകനെ കാണാം. പേരക്കുട്ടികളോട് മാത്രമല്ല കേട്ടോ, പുറത്തുള്ള കുട്ടികളോടും. വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചിട്ട് വെള്ളം ഇങ്ങനെ വായിലെടുത്തിട്ട് ഇങ്ങനെ ചീറ്റിക്കൂലേ? ചിന്തിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ചിന്തിക്കാൻ കഴിയുമോ നമുക്ക്? ഇത് അള്ളാഹിന്റെ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യങ്ങൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന കുട്ടികളോട്. ഉമൈർ എന്ന ചെറിയ കുട്ടി ഒരു പക്ഷിക്കുഞ്ഞിനെ എങ്ങനെ താലോലിച്ചു കൊണ്ട് നടക്കുമായിരുന്നു. ആ പക്ഷിക്കുഞ്ഞ് എത്തുപോയി. അതിന്റെ സങ്കടത്തിലിരിക്കുമ്പോൾ റസൂൽ ചെന്നിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന ചോദ്യം, യാ ഉമൈർ മാ ഫഅല നുഗൈർ, ഉമൈറെ ആ പക്ഷിക്കുഞ്ഞ് എന്താ സംഭവിച്ചത്? ഏറ്റവും ചെറിയ, ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ പോലും അതിങ്ങനെ ചോദിക്കാനും പറയാനും കഴിയുന്ന ഒരു ബന്ധമുണ്ടല്ലോ. നിങ്ങൾ പറയൂ, ഇതല്ലേ നമ്മുടെ ഖൽബിൽ നിന്ന് എടുക്കപ്പെട്ടു പോയത്? അല്ലേ? നമ്മളെന്താ പറയാ, ആ കുട്ടികൾ കണ്ടുപോലെ. പക്ഷെ ഇത് പ്രവാചകനാണ്. ഏറ്റവും നന്നായി കാരുണ്യമുള്ള, കരുണയുള്ള പ്രവാചകൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. സ്വർഗാവകാശികളെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ കിടക്കുന്ന ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ റഹീമുൻ റഖീഖുൽ ഖൽബി ലികുല്ലി ദീ ഖുർബാ വ മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗാവകാശികളായി മൂന്നാളുകളെ എണ്ണി പറഞ്ഞപ്പോൾ ഒന്ന് റസൂൽ പറഞ്ഞത് വറജുലുൻ റഹീം, കാരുണ്യമുള്ള മനുഷ്യൻ, കരുണയുള്ള മനുഷ്യൻ. റഖീഖുൽ ഖൽബ്, റഖീഖുൽ ഖൽബ്, റഖീഖുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ദയയും മൃദുലതയുമുള്ള ആള് എന്നാണ്. അത്യധികം മൃദുലതയുള്ള മനുഷ്യൻ, മൃദുലമായ ഖൽബിന്റെ ഉടമ. ആരോട്? ലികുല്ലി ദീ മുസ്ലിമിൻ ലികുല്ലി ദീ ഖുർബാ വ മുസ്ലിം, എല്ലാ അടുത്ത കുടുംബത്തോടും മുസ്ലിങ്ങളോടും അത്രയും ബന്ധമുള്ള മനുഷ്യൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമാണ്, കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന വെറും സ്റ്റേറ്റ്മെന്റുകൾ മാത്രമല്ല, ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യത്തിൽ എന്താണ് കാരുണ്യമെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തയാളാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ അൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹും ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹു നമുക്ക് നൽകിയ ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് എന്ന് നമുക്കറിയാം. ആ കാരുണ്യമേൽക്കാത്ത, ആ കാരുണ്യത്തിന്റെ തലോടലേൽക്കാത്ത ആളുകൾ അന്ന് കുറവായിരുന്നു എന്നാണ്. ശത്രുക്കൾ വരെ ആ കാരുണ്യം അനുഭവിച്ചു, മൃഗങ്ങൾ ആ കാരുണ്യം അനുഭവിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മെലിഞ്ഞൊട്ടിയ, ക്ഷീണിച്ചവശയായ ഒട്ടകത്തെ കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് നിർദ്ദേശിച്ചൊരു നിർദ്ദേശമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞത്, ഇത്തഖുല്ലാഹ ഫീ ഹാദിഹിൽ ബഹായിമിൽ മുഅ്ജമ,
ജനങ്ങളെ, ഈ മിണ്ടാപ്രാണികളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. ഫർകബൂഹാ സ്വാലിഹത്തൻ വകുലൂഹാ സ്വാലിഹത്തൻ. അത് നന്നായിരിക്കുമ്പോൾ, നല്ല പോഷണം കിട്ടി നല്ല ഉഷാറായിരിക്കുമ്പോൾ നിങ്ങൾ അവയുടെ പുറത്ത് യാത്ര ചെയ്തോളൂ. അതോടൊപ്പം തന്നെ അവ നല്ല നിലയിലായിരിക്കുമ്പോൾ നിങ്ങൾ അവയെ അറുത്ത് ഭക്ഷിക്കുകയും ചെയ്തോളൂ. ഇങ്ങനെ പട്ടിണിക്കിട്ട് പ്രയാസപ്പെടുത്തരുത് കേട്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറുക്കുന്ന സമയത്ത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? അറുക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി അതിനോട് കാരുണ്യത്തോടെ അതിനോട് നല്ല രീതിയിൽ അറുക്കണം കേട്ടോ. അപ്പോൾ ഒരാൾ ചോദിച്ചു, നബിയെ നബിയെ, ഞങ്ങൾ ആടിനെ അറുക്കുമ്പോൾ എനിക്കതിനോട് കാരുണ്യം തോന്നുന്നു. ഞങ്ങൾ അറുക്കുമ്പോൾ അങ്ങനെ കാരുണ്യം തോന്നും, അല്ലെങ്കിൽ അതാണോ കാരുണ്യം ഉദ്ദേശിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാടിനെ നീ അറുക്കുമ്പോഴും അതിനോട് കരുണ കാണിക്കണം. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പ്രവാചകൻ. ഒന്ന്, അതിനോടുള്ള കാരുണ്യം. അതിനെ അറുക്കുമ്പോഴും അതിനോട് കാരുണ്യത്തോടെ പെരുമാറണം. അറുക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് അറുക്കണം, പ്രയാസപ്പെടുത്തരുതിട്ട്. നീ അതിനോട് കാരുണ്യം കാണിച്ചാൽ അല്ലാഹ് നിന്നോട് കാരുണ്യം കാണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ അവൾക്ക് കൊടുത്ത നിർദ്ദേശമാണ്. ഇങ്ങനെ നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, വലിയ 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 ആശയങ്ങൾ, നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത മേഖലകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചു. മരുഭൂമിയിലൂടെ യാത്ര പോകുമ്പോൾ ഇടക്ക് തമ്പടിച്ച് അവിടെ ഭക്ഷണം പാകം ചെയ്യാനിരുന്നപ്പോൾ, നമുക്കവർക്കും പരിചയമുള്ള സംഭവമാണ്, അടുപ്പിൽ വെച്ച വിറകിൽ, ആ വിറകിൽ ചെറിയ ജീവികളെ കണ്ട്, ഉറുമ്പിനെ പോലെയുള്ള ചെറുതിനെ കണ്ടിട്ട് ഓടി വന്ന് അതിങ്ങോട്ട് വലിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂക്ഷിക്കണം കേട്ടോ, അടുപ്പിലേക്ക് വെക്കുന്ന വിറകും ഒന്ന് തട്ടിയിട്ട് വെക്ക്, ചെറിയ ജീവികളെ കൊന്നുകളയരുത് കേട്ടോ. സർവലോകത്തിനും അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെയാണ് പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ഈ സ്വഭാവമാണ് നമ്മൾ ശീലിക്കേണ്ടത്. നബിതങ്ങളെ പിൻപറ്റി നബിയുടെ അനുയായിയാണെന്ന് പറഞ്ഞിട്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ അറിഞ്ഞു മനസ്സിലാക്കി നബിതങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, പ്രവാചക സ്വഭാവങ്ങളിൽ നിന്ന് സ്വഭാവം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എങ്കിലാണ് നാളെ നമുക്ക് റബ്ബിന്റെ അടുത്തെത്തുമ്പോൾ പ്രവാചകനോടൊപ്പം സ്വർഗത്തിലെത്താൻ, പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെത്താൻ നമുക്കും സാധിക്കുകയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സദഖ നമുക്കറിയാം, ഓരോ വർഷവും നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ വർഷം പ്രളയക്കെടുതി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇന്നും പല ജില്ലകളും അവധിയാണ്. ശക്തമായ മഴ വന്നുകൊണ്ടിരിക്കുകയാണ്, പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രളയക്കെടുതിയിൽ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മളുടെ ഒരു കൈസഹായം, നമ്മുടെ ഹൃദയത്തിലുള്ള കാരുണ്യത്തിന്റെ ഒരടയാളം, അത്തരം ആളുകൾക്ക് വേണ്ടി നമ്മളൊരു സദഖ. പഠിച്ചവനെ, ഇത്തരം ഒരു സന്ദർഭത്തിൽ ഞാനെങ്ങാനും എടുത്തെറിയപ്പെട്ടാൽ എന്തായിരിക്കും എൻ്റെ ഒരു അവസ്ഥ? കഴിഞ്ഞ ദിവസം ഒരാളുടെ വർത്തമാനം കേട്ടിട്ട് സങ്കടം വന്നുപോയി. ഒരു സ്ത്രീ പറയുന്നുണ്ട്, കഴിഞ്ഞ 2018 ആർത്തലച്ചു വന്ന വെള്ളത്തിൽ ഞങ്ങളുടെതെല്ലാം നഷ്ടമായി. അങ്ങനെ ഈ പ്രാവശ്യം അതിൽ നിന്നിങ്ങനെ റിക്കവറായി പതുക്കെ വരുമ്പോഴാണ് ശക്തമായ വെള്ളം വരുന്നു. രക്ഷപ്പെട്ട് ഇവിടെ എത്തി. എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ പോയി എന്നൊന്നും അറിയില്ല. പക്ഷെ എപ്പോഴും പലരും വന്ന് തിരക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്ന ഓരോ വാക്കുകളും വല്ലാത്ത ആശ്വാസം. എന്തു പോയാലും ഞങ്ങളെ കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടല്ലോ എന്ന ഒരു ആശ്വാസം ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വാക്ക് ആലോചിക്കൂ. നമ്മുടെ സമ്പത്തിൽ നിന്നൊരു ഭാഗം അത്തരം ആളുകൾക്ക് വേണ്ടി കൊടുക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അവരുടെ മനസ്സിന്റെ സന്തോഷം, അവരുടെ മനസ്സിന്റെ കുളിർമ, അത് നമുക്ക് അല്ലാഹു നൽകുന്ന വലിയ കാരുണ്യത്തിന്റെ അടയാളമായി മാറും. അതുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും തങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുന്നു എന്ന ആ ഒരു കരുത്തോടെ ആ സ്വതക്കയിൽ പങ്കാളികളാവണം എന്നുണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനം സ്വീകരിക്കുക, അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തും അപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയ നാളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അനുഗ്രഹമായി പെയ്തിറങ്ങുന്ന മഴ വലിയ ദുരന്തമായി മാറാതെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.
എല്ലാത്തരം പ്രയാസങ്ങളും അള്ളാഹു നമ്മേവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വഅഅദാഅ അദ്ദീൻ ബിമാ ശിഅത വകൈഫ ശിഅത യാ ദൽ ജലാലി വൽ ഇക്റാം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. والحمد لله رب العالمين.